നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്കാമറിനെ തന്നെയാണ്, പക്ഷേ മലയാളി സ്കാമർ എന്ന് മാത്രമാണ് ഇന്നത്തെ പ്രത്യേകത. കാരണം ഞാൻ കാണിച്ചു തരാം. എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് എനിക്ക് ഈ കാര്യം അറിയിച്ചുകൊണ്ടൊരു മെസ്സേജ് തന്നെ അയക്കുന്നത്. ആദ്യമായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അത് കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേര്. എൻ്റെ അത് ഞാനൊരു വീഡിയോ തന്നെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടു വയ്ക്കാൻ മതി. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് മെസ്സേജ് ചെയ്തപ്പോൾ ഈ വീഡിയോ വേറൊരു സുഹൃത്ത് വേറൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇതേ വീഡിയോ തന്നെ ഉപയോഗിച്ചേക്കാണ്. അത് വെറുതെ ഉപയോഗിക്കുകയല്ലേ, അത് ഉപയോഗിച്ച് അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തേക്കുവാണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് അവർ ആ സാധനം വച്ചിട്ട് പ്രൊമോഷൻ നടത്തുകയാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ ടീമിനെ ഞാൻ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തു. രസകരമാണ് കേട്ടോ, അതിൻ്റെ കഥകൾ ഭയങ്കര രസകരമാണ്. അതിൻ്റെ അകത്ത് ഞാൻ 2-3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് മെൻ്റൽ ഡൗണി എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എൻ്റെ വീഡിയോ തന്നെ വൈറലായിട്ട് ഓടുന്നുണ്ട്. അതെനിക്ക് സന്തോഷമുണ്ട്, വൈറലായിട്ട് ഓടുന്നത്. പക്ഷേ അടുത്തത് മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അതെനിക്കിപ്പോൾ കിട്ടുന്നില്ല, എന്തായാലും ഒരു ആഡായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിലെ ആഡിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് ലിങ്ക് പോവാണ്. ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ആ നേരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി. അവർ ഭയങ്കര രസകരമായിട്ടാണ് പ്രൊഡിക്ഷൻസൊക്കെ പറയുന്നത്. അതായത് ഗെയിംസിനെ കുറിച്ചുള്ള പ്രൊഡിക്ഷൻസ് തന്നെയാണ്. പ്രൊഡിക്ഷൻസിനൊക്കെ കുറച്ച് ഏതൊരു ആപ്ലിക്കേഷനാണ്, ഏതൊരു ലോട്ടറി മാട്ടാപ്പാന്ന് തോന്നും, എനിക്കറിയില്ല കൃത്യമായിട്ട്, ഞാൻ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനലായതുകൊണ്ട് തന്നെ ഏകദേശം 65,000-65,000 ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇയാളുടെ ചാനലിൽ കയറിയേക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്തു, അതിൻ്റെ അത് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ബോട്ടാണ് സംസാരിക്കുന്നത്, ബോട്ടിൻ്റെ രൂപത്തിലാണ്. കാരണം അയാളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുന്നില്ല. ഞാനും ഗ്രൂപ്പ് നടന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനും ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേര്, ഞങ്ങൾ വെറും 67 പേരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ്, കുറച്ച് പിള്ളേർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവർ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. ഇവിടെ സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. എന്തായാലും ഞാൻ അതിൻ്റെ അകത്ത് കയറി. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇട്ടിരുന്നു. അത് ഞാൻ ചോദിച്ചു, അത് നിങ്ങളുടെയാണോ? ഞാൻ ചാറ്റ് തന്നെ കാണിച്ചു തരാം. അത് നിങ്ങളുടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു പുള്ളി, അപ്പോൾ സിഗ്നൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പറയുന്ന ടൈമിൽ പോയി കളിക്കാൻ പറയാനാണ് എന്നോട്. ഞാൻ വീണ്ടും ചോദിച്ചു, ആ വീഡിയോയുടെ ക്രിയേറ്റർ നിങ്ങളാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഫേസ്ബുക്കിൽ അയാൾ ആ വീഡിയോയിലുള്ള ഞാനാണ്, എൻ്റെ വീഡിയോ ആണ്, അപ്പോൾ ഞാൻ തന്നെയാണല്ലോ, ഈ മുഖം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ആളെ ഞാൻ എവിടെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, FX എവിടെ കണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് മറുപടി വന്നേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളറിയാമല്ലോ. കാരണം ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആളാണ് ഈ വീഡിയോ ചെയ്തേക്കണത്, അതായത് ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്തതെന്നാണ് പുള്ളിയോട് പറഞ്ഞത്. ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, അല്ല പുള്ളിയുടെ പേര് ഷെനീദ് എന്നാണോ ചോദിച്ചു. ശരിക്കും എൻ്റെ പേര് അങ്ങനെയാണേ. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ നോ എന്ന് പറയാണ്. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് വീഡിയോ ഇട്ടിരുന്നു, ആ വീഡിയോ പുള്ളിയാണോ ക്രിയേറ്റർ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെയാണ് ക്രിയേറ്റർ എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അതായത് ആ വീഡിയോയിലുള്ള ആൾ പുള്ളിയാണെന്നാണ് പറയണത്. അപ്പോൾ സത്യത്തിൽ ശരിക്കും ഞാനാരാ? താഴെ കമൻറ്റ് വയ്ക്കാറും ശശി ആയിക്കണമെന്നായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനാണോ ശരിക്കും ഉള്ളത്, ഇനി അവനാണോ ശരിക്കും ഉള്ളത്, അതെന്തും ആയിക്കോട്ടെ. ഒരു ലേശം ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വേറൊരാളുടെ വീഡിയോ ആണെന്നെങ്കിലും. ഇതതുമല്ലാതെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ പോയി ചോദിച്ചു കഴിയുമ്പോൾ പറയാണ് അത് അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോ ആണെന്നും ആ വീഡിയോയിലുള്ള അയാൾ തന്നെയാണെന്നും പറയുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനായിട്ട് ആ ഗ്രൂപ്പ് ശ്രദ്ധിച്ചു. ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ഇത് കൂടാതെ വേറെ എവിടെ നിന്നോ ഹിന്ദിക്കാരുടെ ചാനലിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയ കുറേ വീഡിയോ, എന്നിട്ട് പുള്ളി വോയിസ് ഓവർ കൊടുത്തേക്കാണ് അതിൻ്റെ അകത്ത്. അതാണ് ഏറ്റവും രസം. അയാളുടെ വോയിസും ലാംഗ്വേജും കേട്ടിട്ട് എനിക്ക് തോന്നിയത് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തുള്ള ഏതോ നല്ല മനുഷ്യനാണെന്നാണ് മനസ്സിലായത്. കാരണം ഞാൻ സാധാരണ പൊതുവേ ഇങ്ങനെ പറ്റിക്കുന്നത് കാണുന്നത് ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ്. ഒരു മലയാളി ഇങ്ങനെ പച്ചയ്ക്ക് മറ്റുള്ളവരെ പറ്റിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. അതിങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ട്, കാരണം അയാൾ ഷെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അയാൾ ഷെയർ ചെയ്ത അല്ലെങ്കിൽ അയാൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് മുടക്കി പ്രൊമോട്ട് ചെയ്ത വീഡിയോ ആണ്.
അയാൾ എൻ്റെ വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, യുവർ ഡാഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നിങ്ങളുടെ ഡാഡിയല്ല എന്നൊക്കെ പറയുന്ന സാധനം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും തൽക്കാലം ഞാൻ എൻ്റെ മാനവീയം ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ദ പ്രോബ്ലം, ആ വീഡിയോയിലുള്ള ആൾ ഞാനായതുകൊണ്ട് തന്നെ അയാളുടെ ഗ്രൂപ്പിൽ ആര് പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലും അതെൻ്റെ പേരിലിരിക്കും. അത് കാരണം എൻ്റെ മുഖമാണ് അതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ കണ്ട മുഖം എൻ്റെ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ താങ്കളുടെ പേരിലൊരു കേസ് ഫയൽ ചെയ്യാണ്. അതായത് ഞാനിപ്പോൾ തൽക്കാലം നേരെ സൈബർ പോലീസിലേക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ പേരിൽ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും, ഒരാൾ മറ്റൊരാളുടെ പണമോ മറ്റ് കാര്യങ്ങളോ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആ പറയുന്ന ഗ്രൂപ്പിലുള്ള വ്യക്തി ആരാണോ അയാൾ തന്നെയായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. ഞാൻ നിങ്ങൾക്ക് അയാളുടെ ഗ്രൂപ്പിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അയാൾ പറയുന്നത് 5,000 രൂപയും 10,000 രൂപയൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പൊന്നുമക്കളെ, സ്വന്തമായിട്ടൊരു സാധനം പോലും ചെയ്യാത്ത, സ്വന്തമായിട്ട് ഒരു ക്രെഡിബിൾ സാധനം പോലും ഇല്ലാത്ത ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ട് എങ്ങനെ ഈ 65,000 പേരൊക്കെ ആ ഗ്രൂപ്പിൽ കയറി എന്നുള്ളതാണ്. കയറിയമാർ ഒന്നെങ്കിൽ മണ്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ കയറിയമാർ ഫുള്ളായിട്ടായിരിക്കും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. ഇതെനിക്ക് പറയാനുള്ളൂ. കംപ്ലീറ്റ്ലി സ്കാം, പക്ക സ്കാം. അത് പക്ക ഒരു മലയാളി, മേ ബി എനിക്ക് തോന്നുന്നു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു പയ്യനാണെന്ന് തോന്നുന്നു വോയിസ് കേട്ടിട്ട്. എന്തായാലും ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ പറയാത്തൊരു കാര്യം കൂടി പറയാം. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനോ മറ്റൊരാൾക്ക് കമൻറ്റ് ചെയ്യാൻ പോലും ഞാൻ പറയാറില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നു, നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം ആ ക്രിയേറ്റർ, ആ ഗ്രൂപ്പിൻ്റെ ആളിലേക്ക് ഇത് എത്തണം, അല്ലെങ്കിൽ അയാൾ കാണണം. കാരണം അയാളുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പണികൾ ഞാൻ പുറകെ തരാം, അതിനുള്ള പണിയൊക്കെ എന്തായാലും ഞാൻ ഒപ്പിച്ചിട്ടേ ഇതിൽ നിന്ന് മാറുള്ളൂ എന്തായാലും. കാരണം ഞാൻ ചോദിച്ചിട്ടും അയാളത് റെസ്പോണ്ട് ചെയ്ത രീതിയാണ് എനിക്ക് ആശ്ചര്യപ്പെടുത്തിയത്. ഇനി അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക. ബാക്കി നമുക്ക് പുറകെ കൊടുക്കാം. ഒന്ന് ഞാൻ ഒരെണ്ണം ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെയിൽ ചെയ്യണം, ഇയാളുടെ ആക്ടിവിറ്റീസ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. 2 ടെലിഗ്രാമിൽ മെയിൽ ചെയ്യണം, എല്ലാ പരിപാടിയും നിർത്താനായിട്ട്. 3 ക്രൈം ബ്യൂറോയിലേക്ക് അടുത്ത സാധനം കൂടി കൊടുത്തു കഴിയുമ്പോൾ ഒരു ശുഭപര്യാപ്തി ആകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ചാനലാണെങ്കിൽ ഞാൻ എൻ്റെ മുഖവും എൻ്റെ ശബ്ദവും ഞങ്ങൾ ഇടയ്ക്ക് ലൈവിൽ കാണാറുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് വരെ ഞാൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്ത വേറെ ഏതെങ്കിലും ചാനലിലോ മറ്റു കാര്യങ്ങളിലോ എൻ്റെ ശബ്ദമോ എൻ്റെ ഓഡിയോയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തികച്ചും കുറ്റകരമായ പ്രവൃത്തിയാണ്. അതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല എന്നും കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ സ്കാം നടത്തുന്നത് നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല, മലയാളി കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. മലയാളി ഭയങ്കര പൊളിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള സ്കാമേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. കൂടാതെ നല്ല നല്ല വീഡിയോ ആയിട്ടും വരാം. എനിവേ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.